ഫാസിസ്റ്റ് രാഷ്ട്രീയ വീക്ഷണം ഒന്നാമതായി കൊലപ്പെടുത്തുന്നത് ഹിന്ദുരാഷ്ട്രവാദത്തിന് വേണ്ടിയല്ലേ RSS പ്രവർത്തിച്ചത്? ഹിന്ദു സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയല്ലേ RSS ഇന്ത്യ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടത്? ആ RSS ആദ്യമായി കൊലപ്പെടുത്തുന്നത് ആരെയാണ്? സനാതന ഹിന്ദുവായ മഹാനായ ഗാന്ധിയെ അല്ലേ? സനാതന ഹിന്ദുവായ താൻ സ്വയം ഹിന്ദുവാണ് എന്നും താൻ ജാതീയതയിൽ പോലും വിശ്വസിക്കുന്നുവെന്നും അടിയുറച്ച് പ്രഖ്യാപിച്ച ഹിന്ദു വേദഗ്രന്ഥങ്ങളെ മുഴുവൻ താൻ ദൃഢമായി വിശ്വസിക്കുന്നു എന്ന് പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുള്ള മഹാനായ ഗാന്ധിജിയെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് RSSകാർ ഇന്ത്യ രാജ്യത്ത് തങ്ങളുടെ അരങ്ങേറ്റത്തിന് ആരംഭം കുറിക്കുന്നത്. ഇവിടെ ഹിന്ദുമത വിശ്വാസിയായ ഗാന്ധിജിയെ ഇവർ കൊലപ്പെടുത്തുന്നു. ഇതിൽ നിന്ന് ആധുനിക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫാസിസ്റ്റുകൾക്ക് മതവുമായി അടിസ്ഥാനപരമായി യാതൊരു ബന്ധവുമില്ല എന്നതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് മഹാനായ ഗാന്ധിയുടെ കൊലപാതകം. ഗാന്ധിജിയുടെ വിരിമാറിലേക്ക് വെടിയുണ്ട ഉതിർത്തുവിടാൻ വേണ്ടി നാഥുറാം വിനായക് ഗോഡ്സെ എന്ന RSSകാരന്റെ തലതിരിഞ്ഞ ദേശീയ ബോധത്തിന്റെ ബലിയാടായി ബിർള മന്ദിരത്തിന് മുന്നിൽ വെച്ച് മഹാനായ ഗാന്ധിയുടെ വിരിമാറിലേക്ക് വെടിയുണ്ടകൾ ഉതിർത്തുവിടുമ്പോ നാഥുറാം വിനായക് ഗോഡ്സെ ഉച്ചരിച്ച ഒരു മന്ത്രധ്വനി ഉണ്ടായിരുന്നു. ഹേ റാം എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഗാന്ധിജിയുടെ വിരിമാറിലേക്ക് വെടിയുണ്ടകൾ ഉതിർത്തുവിട്ടത് എങ്കിൽ ആ വെടിയുണ്ട ഹൃദയഭിത്തികൾ ഏറ്റുവാങ്ങി ഭാരതമാതാവിന്റെ പൂമുഖം ചുംബിച്ചുകൊണ്ട് മഹാനായ ഗാന്ധി ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അദ്ദേഹം അവസാനമായി ഉച്ചരിച്ച ഒരു മന്ത്രധ്വനി ഉണ്ടായിരുന്നു. ഹേ റാം എന്ന് വിളിച്ചുകൊണ്ടാണ് മഹാനായ ഗാന്ധി ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഗാന്ധിജിയെ കൊല്ലാൻ വന്ന ഗോഡ്സെ ഉച്ചരിക്കുന്നു ഹേ റാം എന്ന് വിളിച്ചുകൊണ്ട് ഗാന്ധിജിയെ വെടിവെക്കുന്നു. ഗാന്ധിജി ആ വെടിവിണ്ട ഏറ്റുവാങ്ങി ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി മരിച്ചു വീഴുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഗാന്ധി വിശ്വസിച്ച രാമൻ അത് സൗഹാർദ്ദത്തിന്റെ, പരസ്പര തിരിച്ചറിവിന്റെ, സമാധാനത്തിന്റെ, സാമുദായിക സഹവർത്തിത്വത്തിന്റെ പ്രതീകമായ രാമനിലാണ് മഹാനായ ഗാന്ധി വിശ്വാസമർപ്പിച്ചത് എങ്കിൽ പരമത വിദ്വേഷത്തിന്റെ, വർഗീയതയുടെ, സംഹാര താണ്ഡവത്തിന്റെ പ്രതീകമായ മറ്റൊരു രാമനിലാണ് RSSകാരും ഗോഡ്സെയും വിശ്വസിക്കുന്നത്. അതാണ് വ്യത്യാസം. യഥാർത്ഥത്തിലുള്ള മതവുമായി ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇനി നമ്മൾ പരിശോധിക്കൂ, RSS ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുരാഷ്ട്രവാദം എവിടാണ്? ഹിന്ദുരാഷ്ട്രവാദത്തിന് അടിസ്ഥാനപരമായി ഒരു തെളിവ് എവിടെയാണുള്ളത്? ഏത് വേദഗ്രന്ഥത്തിലാണ് ഹിന്ദുരാഷ്ട്രവാദം വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്? വേദങ്ങളിലോ പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ ബ്രാഹ്മണങ്ങളിലോ ആരണ്യങ്ങളിലോ ഉപനിഷത്തുകളിലോ എന്തിനധികം ഭഗവത്ഗീത പോലുമോ ഒരു ഹൈന്ദവ രാഷ്ട്രത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല. RSSന്റെ ഏറ്റവും പ്രഗത്ഭനായ ആചാര്യനായി കരുതപ്പെടുന്ന മാധവറാവു സദാശിവ ഗോൾവാൾക്കർ എഴുതിയിട്ടുള്ള RSSന്റെ വേദഗ്രന്ഥമായ വിചാരധാരയിൽ പോലും ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ അവികലമായ രൂപരേഖ ഗോൾവാൾക്കർ സമർപ്പിക്കുന്നില്ല. തന്നെയുമല്ല, ഇന്ത്യ രാജ്യം എക്കാലത്തും ഒരു ഹിന്ദുമതത്തിന് കീഴിൽ ഒരു ഏകീകരിക്കപ്പെട്ട ഒരു രാജ്യമായി ഇന്ത്യ ഗതകാല ചരിത്രത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല എന്ന് ഇന്ത്യയുടെ ചരിത്രം പഠിപ്പിക്കുന്നു. മുഗളരും അഫ്ഗാനികളും ഇറാനികളും മറ്റും ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിൽ പരസ്പരം പോരാടിക്കൊണ്ടിരുന്ന ഗോത്രങ്ങളുടെയും വർഗങ്ങളുടെയും നാടുവാഴികളുടെയും സമൂഹമായിരുന്നു ഈ രാജ്യത്തുണ്ടായിരുന്നത്. ഹിന്ദുമതമോ ദർശനമോ ചരിത്രത്തിൽ ഒരിക്കലും ഒരു ഏകീകരണ ശക്തിയായിരുന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഇത് RSSകാർ പോലും സമ്മതിക്കുന്നുണ്ട്. ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ വിചാരധാര എന്ന പുസ്തകത്തിൽ പറയുന്നു, ഹിമാലയം സമരഭ്യാവതിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷ്യതേ. അഥവാ ദേവന്മാരിൽ സൃഷ്ടിക്കപ്പെട്ടതും ഹിന്ദു സരോവരം അഥവാ ദക്ഷിണ സമുദ്രം മുതൽ ഹിമാലയം വരെ വ്യാപിച്ചു കിടക്കുന്നതുമായ ഒരു പ്രദേശത്തെയാണ് ഹിന്ദു എന്ന് വിളിക്കുന്നത്, അല്ലാതെ ഒരു മതത്തെയല്ല. ഭാരതീയ യൗവനത്തിന്റെ പ്രതീകമായ മഹാനായ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ഹിന്ദുമതത്തെ നിർവചിച്ചത് ഇന്ത്യ രാജ്യത്ത് ആരൊക്കെ വളരുകയും ജനിക്കുകയും വളരുകയും ചെയ്യുന്നുവോ അവരൊക്കെ ഹിന്ദുക്കളാണ്. മറ്റൊരു ഹിന്ദു തീവ്രവാദിയായ ദാമോദര സവർക്കർ അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ എന്ന പുസ്തകത്തിൽ ഹിന്ദുമതത്തെ നിർവചിച്ചിരിക്കുന്നത് ആ സിന്ധു സിന്ധു പര്യന്തായ ഭാരത ഭൂമിക പിതൃഭൂ പുണ്യഭൂശ്ചൈവ സവൈ ഹിന്ദുരിതി സ്മൃത എന്ന് പറഞ്ഞുകൊണ്ടാണ്. അഥവാ ഈ ഭാരത ഭൂമിയെ പിതൃഭൂമിയായും പുണ്യഭൂമിയായും കരുതി ബഹുമാനിക്കുന്നവർ ആരോ അവരൊക്കെ ഹിന്ദു. ഈ അർത്ഥത്തിൽ ഇവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവനും ഇല്ലാത്തവനുമൊക്കെ ഹിന്ദുക്കളാണ്, നാം ഇന്ത്യക്കാർ എന്ന അർത്ഥത്തിൽ. അല്ലാതെ ഹിന്ദു എന്ന പേരിൽ ഒരു മതം ഭാരതത്തിൽ രൂപം കൊണ്ടതായി ഏതെങ്കിലും ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് തെളിയിക്കുവാൻ ഇവിടുത്തെ RSSകാർക്കോ ഇവിടുത്തെ ഹൈന്ദവ ഫാസിസ്റ്റുകൾക്കോ സാധ്യമല്ല, എവിടെയും കാണുക സാധ്യമല്ല. അതുപോലെ തന്നെ മറ്റു മതങ്ങൾക്കെതിരെ
RSSന്റെ പടയിരുത്തം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ മെനയാൻ ഇവിടെ RSSന്റെ ഒരു പഠന ശിബിരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞല്ലോ, ഇവിടെ ബുദ്ധമതവും ജൈനമതവും ഒക്കെ ഹിന്ദുത്വത്തിന്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചരിത്രത്തിൽ മറിമായ നടത്തിക്കൊണ്ടിരിക്കുന്നു. 2010 ഈ RSSന്റെ ആളുകൾ തുടങ്ങിവെച്ച ഒരു പ്രത്യേകമായ രീതിയാണിത്. എന്ത് ബുദ്ധമതവും ജൈനമതവും ഒക്കെ ഹിന്ദുത്വത്തിന് കീഴിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെയുള്ള RSSകാരൻ നേതൃത്വം നൽകുന്ന ആളുകൾ ചരിത്രം പഠിക്കണം. ഇന്ത്യ രാജ്യത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭയായ ചരിത്ര പണ്ഡിത പ്രൊഫസർ റമീള താപ്പർ അവര് പറയുന്നു, ബുദ്ധമതത്തെയും ജൈനമതത്തെയും ഇന്ത്യ രാജ്യത്ത് നിന്ന് ആട്ടിയോടിച്ചത് ഇവിടുത്തെ സവർണ ഹിന്ദു തീവ്രവാദികളായിരുന്നു. ലക്ഷ്മി നാരായണ നരസുവിന്റെ ദ എസൻസ് ഓഫ് ബുദ്ധിസം എന്ന ഗ്രന്ഥം, അതേപോലെ തന്നെ കൃഷ്ണാനന്ദ സ്വാമിയുടെ ഇന്ത്യയിലെ വർണ്ണസമരം എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും ഇവിടുത്തെ ഹൈന്ദവ തീവ്രവാദ ശക്തികളാണ് ബുദ്ധമതത്തെയും ജൈനമതത്തെയും ബുദ്ധ സന്യാസിമാരെയൊക്കെ അവരുടെ തലയിറക്കുന്ന ഭീകരമായ ചിത്രങ്ങൾ ഇന്ത്യ രാജ്യത്ത് ചരിത്രവിദന്മാർ എത്രയോ തവണ ആധികാരികമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ. ഇങ്ങനെ ഇവിടെ പരമവിദ്വേഷത്തിന്റെ മാലിന്യം പ്രസരിപ്പിക്കുന്ന ആശയങ്ങളുമായി കടന്നു വന്ന RSSന്റെ ആളുകൾക്ക് ഇവയെ ഹിന്ദുമതവുമായി യാതൊരു ബന്ധവുമില്ല. ഹിന്ദുമതവുമായി യാതൊരു ബന്ധവും RSSന്റെ ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനില്ല. അതുപോലെ തന്നെ RSS ഇന്ത്യ രാജ്യത്ത് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, ഏറ്റവും പുതിയ സംദൗദ എക്സ്പ്രസ് സ്ഫോടനം, അജ്മീർ ഖാജ മുഈനുദ്ദീൻ ചിശ്തിയുടെ ദർഗക്ക് സമീപം, ആ പള്ളിക്ക് സമീപം ഇവര് വെച്ച ബോംബാക്രമണം, മാലേഗാവിൽ സൈന്യത്തെ പോലും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് സന്യാസിനിമാർ പോലും ബോംബ് വെക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവ തീവ്രവാദത്തെ നിഷ്കളങ്കരായ ആളുകളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്ന ഭീകരമായ ഒരവസ്ഥയിലേക്ക് ഇവർ എത്തിപ്പെട്ടിരിക്കുന്നു. എന്തേ കാരണം? അധികാരത്തിന് വേണ്ടി. എന്നാൽ അടിസ്ഥാനപരമായി ഈ RSSന് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് ഹിന്ദുമതവുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുമോ? ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി, സാമുദായിക ധ്രുവീകരണങ്ങൾ നടത്താൻ വേണ്ടി LK അഡ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു രഥയാത്രയുണ്ടായിരുന്നു. ആ രഥയാത്രയിൽ ഇന്ത്യ രാജ്യത്ത് എമ്പാടുമുള്ള നിഷ്കളങ്കരായ, അവർക്കറിയില്ല RSSന്റെ കാപട്യമാർന്ന മുഖാവരണത്തെ കുറിച്ച് കൃത്യമായി അവബോധമില്ലാതെ RSSൽ പെട്ടുപോയ എത്രയോ നിഷ്കളങ്കരായ ആളുകൾ അവർ അഡ്വാനിയുടെ രഥയാത്രയ്ക്ക് ഏർപ്പെടുത്തിയ സ്വീകരണത്തിൽ ഒരു നേരത്തെ ആഹാരം കഴിച്ച് മിച്ചമുള്ളത് ബാക്കി വെച്ചുകൊണ്ട് അവർ രാമന്റെ സ്വർണ്ണ വിഗ്രഹവും വെള്ളി വിഗ്രഹവും ഉണ്ടാക്കിയിട്ട് ഈ രഥയാത്രയിൽ സമ്മാനമായി ഈ LK അഡ്വാനിക്ക് സമർപ്പിച്ചു. LK അഡ്വാനി എന്ത് ചെയ്തു? പവിത്രമായി ഹിന്ദു സഹോദരന്മാർ കണക്കാക്കുന്ന ഈ ലോഹവിഗ്രഹങ്ങൾ മുഴുവൻ LK അഡ്വാനി എന്ത് ചെയ്തു എന്നറിയുമോ? അദ്ദേഹം അത് വീട്ടുപകരണങ്ങളാക്കി മാറ്റി. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് അത് വലിയ വിവാദമായ ഘട്ടത്തിലാണ് ലിബറൽ കമ്മീഷന് മുമ്പാകെ അഡ്വാനിയുടെ മകളുടെ ഭാര്യ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് അവർ മൊഴി കൊടുത്തു. അഡ്വാനി അടിസ്ഥാനമായി ദൈവവിശ്വാസിയല്ലെന്ന് പറഞ്ഞു. ഹിന്ദു രാജ്യത്തിന് വേണ്ടി ചന്ദ്രഹാസം വിളക്കുന്ന ഈ അഡ്വാനിയുടെ വീട്ടിൽ ഒരു പൂജാമുറി പോലുമില്ല എന്ന് ലിബർഹാൻ കമ്മീഷന് മുമ്പാകെ അഡ്വാനിയുടെ മകളുടെ ഭാര്യ മൊഴി കൊടുത്തു. ഈ രീതിയിൽ അടിസ്ഥാനപരമായി ഇവർക്ക് ദൈവവിശ്വാസമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ബാബരി മസ്ജിദ് ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. ഏതായിരുന്നു പ്രിയപ്പെട്ടവരെ ബാബരി മസ്ജിദിന്റെ ചരിത്രം? ശ്രീരാമന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. തമസാ നദിയിൽ സ്നാനത്തിന് പോയ വാൽമീകി മഹർഷി ഇണക്കുരുവികളിൽ ഒന്നിനെ വേടൻ അമ്പെയ്യുന്നതും പെൺപക്ഷി ആ വേടൻ അമ്പെയ്ത് തന്റെ ഇണപക്ഷിയെ അമ്പരി വീഴ്ത്തിയ ആ നിസ്സഹായാവസ്ഥയിൽ വിറങ്ങലിച്ച് പെൺപക്ഷി തലതല്ലി കരയുന്നതും കണ്ട് ദുഃഖാർത്ഥനായിക്കൊണ്ട് ആ കാട്ടാളന് നേരെ കൈവിരൽ ചൂണ്ടി മാനിഷാദ പ്രതിഷ്ഠാന്തമഗമ ശാശ്വതി സമായത് ക്രൗഞ്ചതുര ദേഗമവധി കാമമോഹിതം അരുത് കാട്ടാള ക്രൗഞ്ചമിതുരങ്ങളിൽ കാമമോഹിതയായ ഒന്നിനെ വധിച്ച നീ ഇനി ഏറെക്കാലം ജീവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു ഒരു പക്ഷിക്കുഞ്ഞിന്റെ ജീവൻ പോലും പവിത്രമാണെന്ന് കരുതി അങ്ങനെ ഇതിഹാസം രചിച്ച ദശരഥ മഹാരാജാവ് രചിച്ച രാമായണം എന്ന ഇതിഹാസത്തിലെ കേന്ദ്ര കഥാപാത്രമായ ശ്രീരാമന്റെ പേരിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള പടപ്പുറപ്പാടിന് ആഹ്വാനം നടത്തുകൊണ്ട് ബാബരി മസ്ജിദ് പോലുള്ള വിഷയങ്ങൾ കുത്തിപ്പൊക്കുകയും രാജ്യത്ത് അനവധി വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ഹൈന്ദവ തീവ്രവാദ ശക്തികൾക്ക് ഇവിടുത്തെ ഹിന്ദുമതവുമായി എന്ത് ബന്ധമാണുള്ളത് എന്ന് ആത്മപരിശോധന നടത്താൻ അടിസ്ഥാനപരമായി നമ്മൾ തയ്യാറാകണം.